തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണം. എന്നാൽ OTT പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന സിനിമകൾക്ക് ഈ നിയമം ബാധകമാണോ? ഇന്ത്യയിൽ നിലവിലുള്ള സിനിമാ നിയമങ്ങളിലെ ഏറ്റവും വലിയൊരു പഴുതും അതിനെ ചൊല്ലി ഇപ്പോൾ രാജ്യത്ത് പുകയുന്ന വലിയൊരു വിവാദത്തെയും കുറിച്ചുമാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. പ്രശസ്ത താരം ദിൽജിത്ത് ദോസൻ നായകനായ സത്ലജ് എന്ന സിനിമയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. കഴിഞ്ഞ ജൂലൈ 3-നാണ് ഈ സിനിമ ZEE5 എന്ന OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തത്. എന്നാൽ കൃത്യം 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, അതായത് ജൂലൈ 5-ന് സിനിമ ഇന്ത്യയിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്രത്യക്ഷമായി. എന്താണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഈ സിനിമ OTTയിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടത്? ഇതിന് പിന്നിലെ നിയമപരമായ വശങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ പേര് സത്ലജ് എന്നായിരുന്നില്ല. പഞ്ചാബിലെ മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്ന ജസ്വന്ത് സിംഗ് ഖൽറയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഹണി ട്രഹാൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് ആദ്യം ഖല്ലൂഘാര എന്നും പിന്നീട് പഞ്ചാബ് 95 എന്നുമാണ് പേരിട്ടിരുന്നത്. 1980കളിലും 90കളിലും പഞ്ചാബിലുണ്ടായ ഭീകരവാദ കാലഘട്ടവും അക്കാലത്ത് കാണാതായ ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ട സംസ്കാരത്തെക്കുറിച്ച് ജസ്വന്ത് സിംഗ് ഖൽറ നടത്തിയ അന്വേഷണങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. പിന്നീട് 1995-ൽ ഖൽറയെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുകയും അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ പഞ്ചാബ് പോലീസിലെ ഉന്നതർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ വിഷയം കൈകാര്യം ചെയ്ത സിനിമ 2022-ൽ തിയേറ്റർ റിലീസിനായി സെൻസർ ബോർഡിന് മുന്നിലെത്തി. എന്നാൽ ബോർഡ് സിനിമയ്ക്ക് അനുമതി നൽകാൻ വിസമ്മതിച്ചു എന്ന് മാത്രമല്ല 127 കട്ടുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. സിനിമയിൽ നിന്ന് ജസ്വന്ത് സിംഗ് ഖൽറയുടെ യഥാർത്ഥ പേര് പോലും മാറ്റണം എന്നായിരുന്നു സെൻസർ ബോർഡിന്റെ ആവശ്യം. എന്നാൽ ഈ കട്ടുകൾ അംഗീകരിക്കാൻ അണിയറ പ്രവർത്തകർ തയ്യാറായില്ല. 3 വർഷത്തോളം സിനിമ പെട്ടിയിലായിരുന്നു. ഇവിടെയാണ് ഇന്ത്യയിലെ നിയമപരമായ ഒരു വലിയ വ്യത്യാസം നിർമ്മാതാക്കൾ ഉപയോഗപ്പെടുത്തിയത്. ഇന്ത്യയിലെ സിനിമകൾ സെൻസർ ചെയ്യുന്നത് 1952-ലെ സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരമാണ്. എന്നാൽ ഈ നിയമം തിയേറ്റർ റിലീസുകൾക്കും TV സംരക്ഷണത്തിനും മാത്രമേ ബാധകമാകൂ. OTT പ്ലാറ്റ്ഫോമുകൾ ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. ഇത് മനസ്സിലാക്കിയ നിർമ്മാതാക്കൾ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച കട്ടുകൾ ഒന്നും തന്നെ വരുത്താതെ സിനിമയുടെ പേര് സത്ലജ് എന്ന് മാറ്റി ZEE5-ലൂടെ റിലീസ് ചെയ്യുകയായിരുന്നു. പക്ഷേ OTTക്ക് സെൻസർ ബോർഡിന്റെ അനുമതി വേണ്ടെങ്കിലും സർക്കാരിന് മറ്റ് നിയമപരമായ ആയുധങ്ങളുണ്ട്. വിവരം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം ZEE5 പ്ലാറ്റ്ഫോമിനോട് സിനിമ അടിയന്തരമായി പിൻവലിക്കാൻ നിർദ്ദേശിച്ചു. IT ആക്ടിലെ സെക്ഷൻ 69A പ്രകാരമാണ് ഈ നടപടി. രാജ്യത്തിന്റെ പരമാധികാരം, അഖണ്ഡത, സുരക്ഷ, ക്രമസമാധാനം എന്നിവയ്ക്ക് ഭീഷണിയാകുന്ന ഓൺലൈൻ ഉള്ളടക്കങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് ഈ വകുപ്പ്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് സിനിമ മാറ്റാൻ ആവശ്യപ്പെട്ടത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നടപടികൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. OTT ഉള്ളടക്കങ്ങളെ നിയന്ത്രിക്കുന്ന 2021-ലെ IT റൂൾസിന്റെ ഭാഗമായ റൂൾ 40 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു ഉന്നതതല ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റിയെ ഈ സിനിമ പരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം, IT മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം എന്നിവയിലെ പ്രതിനിധികളും വിദഗ്ധരും അടങ്ങുന്നതാണ് ഈ കമ്മിറ്റി. ഈ കമ്മിറ്റി സിനിമ വിശദമായി പരിശോധിച്ച് സിനിമ പൂർണ്ണമായി നിരോധിക്കണമോ അതോ മാറ്റങ്ങൾ വരുത്തി തിരികെ കൊണ്ടുവരണമോ എന്ന് ശുപാർശ ചെയ്യും. വിലക്കിനെതിരെ ഇതിനോടകം തന്നെ നിയമ പോരാട്ടവും ആരംഭിച്ചിട്ടുണ്ട്. സിനിമ നിരോധിച്ച സർക്കാർ നടപടി ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമ തിരികെ OTTയിൽ കൊണ്ടുവരണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. പഞ്ചാബിലെ രാഷ്ട്രീയ മേഖലയിലും ഇതിനെതിരെ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. പഞ്ചാബിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളെ മൂടിവെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ശിരോമണി അകാലിദൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്.